ഷിയോ ഡ്രഗൊക്കെ യൂസ് ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു നാംസോണും അവൻ്റെ അടുത്തേക്കൊക്കെ ഓടി വരുന്നത്. ഷിയോയ്ക്ക് ഒരു കോളൊക്കെ വരുമ്പോഴത്തേക്കും അവനും ആകെ ദേഷ്യപ്പെട്ട് ആ കോളൊക്കെ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഷിയോ ഓക്കെ ആണോ എന്നൊക്കെ അറിയുവാനായിട്ട് നാംസോൺ വീണ്ടും അവൻ്റെ അടുത്തേക്കൊക്കെ നടക്കുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തേക്ക് വരരുതെന്നായിരുന്നു അവൻ പോലും പറയുന്നത്. അങ്ങനെ അവൻ ഫാക്ടറിക്കുള്ളിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും വ്യോമ അയച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ അവനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് എത്തുകയാണ്. അതായത് ഷിയോനെ ഒരു സ്ത്രീ റഷ്യൻ ഭാഷയിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവളാണ് വ്യോം. വ്യോമിനും ഷിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മറുമരുന്നൊക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഷിയോയുടെ മാത്രമാണെന്നും അത് അവൻ ആർക്കും തന്നെ നൽകുകയില്ല എന്നും പാവേലിന് ഇതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നുമൊക്കെയാണ് അവൻ പോലും ഇയാളോട് പറയുന്നത്. ഷിയോയും അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. നോഴിനെ ഇതുവരെയായിട്ടും ഒപ്പലൻറ്റിയുടെ ആളും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇവരും ഈ ഒരു പാവേലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ട്രാക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പാവേലിന്റെ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ചതിക്കുകയാണെങ്കിൽ അയാളെ അപ്പോൾ തന്നെ അവർ കൊന്നുകളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഇൻഫോർമേഷനും വെളിയിലേക്ക് പോക്കുകയില്ല എന്ന കാര്യമൊക്കെ അമ്മേനെയും അയാളെ അറിയിക്കുന്നു. എങ്കിലും ഓപ്പലൻറ്റിയുടെ ഒരു ഏജന്റൊക്കെ അവരുടെ സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോഴ് ഈ ഒരു കൊറിയയിലേക്ക് വരുന്ന കാര്യമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അമ്മ വളരെയധികം സൂക്ഷിച്ചിരിക്കണമെന്നൊക്കെ അയാളും പറയുന്നു. അമ്മയ്ക്ക് തോക്കിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുവാനായിട്ട് മടിക്കരുതെന്നും കൂടി അയാൾ പറയുകയാണ്. ഹെയർടെയിൽ മരിച്ച കാര്യമൊക്കെ ഹീസിക്കും അറിഞ്ഞിരിക്കുന്നു. അവനും ഇപ്പോൾ ഓടി പോലീസ് സ്റ്റേഷനുള്ളിലേക്കൊക്കെ എത്തുകയാണ്. ഹെയർടെയിലിനെ കാണുവാനായിട്ട് ഒരു അഡ്വക്കേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അഡ്വക്കേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കുപ്പിയിലുണ്ടായിരുന്ന എന്തോ ഒന്ന് കഴിച്ചതിന് ശേഷമാണ് ഹെയർടെയിൽ മരിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ ഒരു ഓഫീസറും ഹീസിക്കിനെ അറിയിക്കുന്നു. ഹെയർടെയിൽ എന്തായാലും സൂയിസൈഡ് ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റെന്തോ ഒരു കാരണം ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യമൊക്കെ ഹീസിക്കും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യുവാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഷിയോയുടെ മേശയിലിരിക്കുന്ന മറുമരുന്നൊക്കെ കണ്ടതിന് ശേഷം ഇതേ മരുന്നായിരുന്നു നേരത്തെ നാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ ഹീസിക്കിനെ വിളിച്ച് അവൾ പറയുകയാണ്. ഹെയർടെയിൽ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ സാക്ഷി പറയുവാനായിട്ട് ആരും തന്നെ ഇല്ല എന്ന കാര്യമൊക്കെ ഹീസിക്കും നാംസൂണെ അറിയിക്കുന്നു. നാംസൂൺ ആ ഒരു ജാക്കറ്റൊക്കെ മോഷ്ടിച്ചത് നാംസൂണിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവളും അതൊക്കെ നൽകുവാനായിട്ട് തയ്യാറായിരുന്നെങ്കിലും അത് കാരണം നാംസൂൺ അപകടത്തിലാകുമെന്ന കാര്യമൊക്കെ ഹീസിക്കിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊരിക്കലും തെളിവായിട്ട് എടുക്കുകയില്ല എന്നാണ് അവൻ പറയുന്നത്. ഹെയർടെയിൽ മരിച്ച കാര്യമൊക്കെ ഷിയോനെയും ഒരാൾ കോൾ ചെയ്ത് അറിയിക്കുന്നു. ഇപ്പോൾ ആ ഒരു ഡ്രഗൊക്കെ യൂസ് ചെയ്തതിൻ്റെ എഫക്റ്റിലാണ് അവൻ നിൽക്കുന്നത്. എങ്കിൽ പോലും അവൻ എത്തിയിട്ട് ആ ഒരു മറുമരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഷിയോ നോർമലാകുന്നു. ഷിയോ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ തന്നെ ഒരു പ്രശ്നം സോൾവ് ആയിരിക്കുകയാണ്. ഇനി നാംസൂണിൻ്റെ അമ്മയും കൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാംസൂണിനെ കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പോകാമെന്നും അവൻ തീരുമാനിക്കുന്നു. അമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. എങ്കിൽ പോലും ക്യാമറ വഴി ഒരു നേഴ്സൊക്കെ നേരത്തെ അമ്മ കിടക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റൂമിലേക്ക് പോകുന്നതൊക്കെ അമ്മയും കാണുന്നു. നേഴ്സും അമ്മയാണെന്നൊക്കെ വിചാരിച്ചിട്ട് റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്ന സ്ത്രീനെ അറ്റാക്കൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവളും കണ്ണൊക്കെ തുറന്നിട്ട് തിരിച്ച് നേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഓപ്പലൻറ്റിയുടെ ഒരു ഏജന്റ് ആണെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ടൈക്കോണ്ടോ പോലത്തെ ഒരുപാട് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ ഇൻ്റലിജൻസിൻ്റെ ഒരു ഓഫീസർ ആയിരുന്നു അമ്മയ്ക്ക് പകരമായിട്ട് അവിടെ വേഷമൊക്കെ കെട്ടി കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നേഴ്സിൻ്റെ അടുത്ത് മാക്സിമം പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും അവളുടെ കൊങ്ങയ്ക്കൊക്കെ പിടിച്ചിട്ട് ഞാൻ ജീവനോടുള്ള കാര്യം അവരെ വിളിച്ച് അറിയിച്ചേക്കോ എന്നൊക്കെ പറയുകയാണ്. ഷിയോയും നാംസൂണും കൂടി ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്ന് ഷിയോയും നാംസൂണിനോട് ചോദിക്കുന്നു. അവൾക്ക് താല്പര്യമില്ലാതെ ഇരുന്നിട്ട് കൂടി അവളും സമ്മതിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്താണ് നിനക്ക് പറയുവാനായിട്ടുള്ളതെന്നൊക്കെ അവനും അവളോട് ചോദിക്കുന്നു. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞതിന് ശേഷവും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ശരിക്കുമുള്ള ഫ്രണ്ട് എന്നൊക്കെ നാംസൂണും അവനോട് പറയുകയാണ്. ഞാൻ റഷ്യയിൽ വെച്ച് അതുപോലെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ റഷ്യനൊന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും ഏകദേശം 10 വയസ്സൊക്കെയുള്ള സമയത്തായിരുന്നു ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നാംസൂണിൻ്റെ അടുത്ത് ഷിയോയും പറയുകയാണ്. അവർ രണ്ടുപേരും ഒരേ സിറ്റുവേഷനിലായിരുന്ന സമയത്ത് രണ്ടുപേരും 2 തീരുമാനങ്ങളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2 വഴിക്ക് പോയിട്ടുമുണ്ടായിരുന്നത്. എന്തായാലും അവനിപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ ഷിയോയ്ക്ക് അറിയുകയില്ല എന്ന കാര്യവും ഷിയോ പറയുന്നു. ഇത്രയും കാലത്തെ വർക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ലവോ അവൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അവളെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ ഉണ്ടാക്കണമെന്ന് പോലും അവന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഷിയോയ്ക്ക് മറ്റൊരു കോൾ വരുന്നത്. അതായത് അമ്മേനെ കൊല്ലുവാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു നേഴ്സായിരുന്നു ഷിയോനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നതും. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആൾ ശരിക്കുമുള്ള നാംസൂണിൻ്റെ അമ്മ ആയിരുന്നില്ല, മറിച്ചൊരു ഡ്യൂപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും അമ്മനെ കൊല്ലുവാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു എന്ന കാര്യമൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ഷിയോയും ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇനിയും അവൾ ജീവിച്ചിരിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഷിയോയും നാംസൂണിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്.
ബോഡി ഗാർഡിനെ വിളിപ്പിച്ചതിന് ശേഷം അമ്മേനെ ഇനി ജീവനോട് വയ്ക്കുവാനായിട്ട് പാടില്ല. അവളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനങ്ങളും ഇനി നിലനിൽക്കുവാനും പാടില്ല. ടിവിയും ഹോസ്പിറ്റലും പിന്നെ ആ ഒരു ലോണൊക്കെ കൊടുക്കുന്ന കമ്പനിയും എല്ലാം തന്നെ നമ്മൾ നശിപ്പിക്കണം. അവളുടെ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് കൂടി ഷിയോ പറയുന്നു. സാധാരണ ഏതെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും അവരുമായി ബന്ധപ്പെട്ട എല്ലാ റിലേറ്റീവ്സും അവരെ കാണുവാനായിട്ടൊക്കെ വരുന്നതാണ്. പക്ഷെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ഒരു തവണ പോലും നാംസോൺ അവളെ കാണുവാനായിട്ട് എത്തിയില്ല. അതിനർത്ഥം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് റിയൽ ആയിട്ടുള്ള അമ്മയല്ല എന്ന കാര്യം നാംസോൺ അറിയാമായിരുന്നുവെന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നാംസൂണും അമ്മയും കൂടി ചേർന്നിട്ടാണ് നമുക്കെതിരായിട്ട് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗം നാംസൂണെ കണ്ടെത്തിയേ മതിയാകൂ. നമ്മൾ അവളെ മാത്രമല്ല മറിച്ച് അവളുടെ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരെയും കൊല്ലണമെന്നൊക്കെ ഷിയോയും നാംസൂണിനോട് പറയുന്നു. ഹെയർടെയിലിനെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു അഡ്വക്കേറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ നോക്കിയിരിക്കുകയാണ്. പക്ഷേ റിയൽ ആയിട്ടുള്ള അഡ്വക്കേറ്റിന് പകരമായിട്ട് ഫേക്ക് ആയിട്ടുള്ള മറ്റൊരാളായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നെന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ അമ്മ ഹേസിക്കിനെ കോൾ ചെയ്യുകയാണ്. അമ്മേനെ ഒരാൾ കൊല്ലുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയല്ല മറിച്ച് മറ്റൊരാളാണ് ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന കാര്യമൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അമ്മയും പറഞ്ഞു കൊടുക്കുന്നു. അമ്മയും റെഡ് ഹിൽസിൻ്റെ അടുത്തു നിന്നും ആയിരുന്നല്ലോ ആ ഒരു മറുമരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പെട്ടിയിൽ ഇവരൊരു ട്രാക്കിംഗ് ഡിവൈസൊക്കെ വെച്ചിട്ടുമുണ്ടായിരുന്നു. വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം റെഡ് ഹിൽസിനെ കാണുവാനായിട്ട് പോയാൽ മതിയെന്നാണ് അമ്മ ഇപ്പോൾ പറഞ്ഞിട്ടുമുള്ളത്. അവരുടെ സൈഡിലുള്ള ഏതെങ്കിലും ഒരാളെ വിറ്റ്നസ്സാക്കി എടുക്കുകയായിരുന്നല്ലോ ഹീസിക്കിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനൊക്കെ ഇട്ടതിന് ശേഷം റെഡ് ഹിൽസിനെ കാണുവാനായിട്ട് പോകാമെന്ന് അവനും തീരുമാനിക്കുന്നു. ഇപ്പോൾ തന്നെ റെഡ് ഹിൽസിന് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നാട് കടക്കുവാനായിട്ടാണ് അവളും ശ്രമിക്കുന്നത്. ഹെയർടെയിലിനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന അഡ്വക്കേറ്റൊക്കെ ഫേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ നിർബന്ധിച്ച് സൂയിസൈഡൊക്കെ ചെയ്യിപ്പിച്ചതാകുവാനാണ് സാധ്യത കൂടുതലെന്നുള്ള കാര്യമൊക്കെ ഓയും ബാക്കിയുള്ള ഓഫീസേഴ്സിനെ അറിയിക്കുന്നു. ഇപ്പോൾ റെഡ് ഹിൽസിനെ ഫോളോ ചെയ്തതിന് ശേഷം ഹീസിക്കും അവളെ പിടിക്കുകയാണ്. ഹെറിറ്റേജ് ക്ലബിനൊക്കെ കിട്ടേണ്ട പണവുമായിട്ടാണ് അവളിപ്പോൾ മുങ്ങുവാനായിട്ട് നോക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആരെങ്കിലും അയച്ചതായിരിക്കുമെന്നാണ് അവൾ ആദ്യം വിചാരിക്കുന്നത്. പക്ഷേ ഹീസിക്ക് പോലീസാണെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൾ ഒന്ന് ഞെട്ടുകയാണ്. അങ്ങനെ ഇരിക്കെ ഹെയർടെയിൽ മരിച്ച കാര്യമൊക്കെ ഹീസിക്ക് ഫോണിൽ കൂടെ പറയുമ്പോഴത്തേക്കും അവളും ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ നീ ഇതുപോലെ ഓടി രക്ഷപ്പെടുവാനൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ കൊല്ലപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലിരിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും രക്ഷിക്കുവാനായിട്ട് സാധിക്കും. കസ്റ്റഡിയിലിരിക്കുന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റിനെയൊക്കെ വിളിച്ചതുകൊണ്ടായിരുന്നു ഹെയർടെയിലും മരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ്സിനെ ഒന്നും വിളിക്കാതിരിക്കുകയാണെങ്കിൽ നിനക്ക് ജീവനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ഹീസിക്കും അവളോട് പറയുന്നത്. എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അറിയിക്കുകയില്ല. എന്നോട് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ അവളും പറയുകയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ മറ്റൊരാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ കൊന്നത് ഹെയർടെയിലായിരുന്നു. ഇപ്പോൾ ഹെയർടെയിലിനെയും ഒരാൾ കൊന്നിരിക്കുകയാണ്. നിന്നെ ഞങ്ങൾ പിടിച്ചുവെന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്നെയും ആരെങ്കിലും കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ ഹീസിക്കും പറഞ്ഞിട്ട് അവളെ പേടിപ്പിക്കുകയാണ്. ഒരു ലിക്വിഡൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുടിച്ചത് മൂലമുണ്ടായ ഒരു അറ്റാക്കിലാണ് ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വന്ന് ഇവരെ കണ്ട സ്ഥലത്ത് ഒരു ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് കൊടുത്ത ലിക്വിഡ് ആയിരിക്കും അതേയെന്ന പ്രതീക്ഷയിലാണ് അവരും ഇരിക്കുന്നത്. എങ്കിൽ പോലും അത് കുടിച്ചാൽ മരിക്കുമെന്നൊക്കെ അറിയാവഞ്ഞിട്ടും അവൻ എന്തുകൊണ്ടായിരിക്കും അത് കുടിച്ചിട്ടുണ്ടാക്കുക എന്ന സംശയമായിരുന്നു ഓയ്ക്കുമുണ്ടായിരുന്നത്. ടീം ലീഡ് എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയറിയുടെയൊക്കെ ഫോട്ടോസ്റ്റാറ്റും പിന്നെ ഡൂക്കൊക്കെ സെർച്ച് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വാറൻ്റൊക്കെ നോക്കുകയാണ് ജനറൽ. ഷിയോ അപ്പോൾ ശരിക്കും ഒരു മാഫിയയുടെ ആളായിരുന്നു എന്ന സംശയമൊക്കെ അയാൾക്കും തോന്നുകയാണ്. ഷിയോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഷിയോയ്ക്ക് ഒരു കോളൊക്കെ വരുന്നത്. നാംസോണും കയ്യിലുണ്ടായിരുന്ന വാച്ചൊക്കെ അവൻ്റെ നേർക്ക് തിരിക്കുവാനായിട്ട് നോക്കുന്നു. ഇവരും റഷ്യൻ ഭാഷയിലായിരുന്നു സംസാരിച്ചിട്ടുമുണ്ടായിരുന്നത്. ബിയോമും മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ജാക്കറ്റ് എവിടെ പോയതാണെന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു ഷിയോയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഷിയോയും അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരവും കിട്ടിയിട്ടില്ല എന്നും പോലീസൊക്കെ ഈ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ട് എന്നും പറയുകയാണ്. എന്തായാലും ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയില്ല എങ്കിൽ ഉറപ്പായിട്ടും ഷിയോനെ കൊല്ലുമെന്ന് പോലും അവർ പറയുമ്പോഴത്തേക്കും ഷിയോയ്ക്കും ആകെ ദേഷ്യം വരുന്നു. മാത്രമല്ല അവരെല്ലാവരും തന്നെ റഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഷിയോനെ ആൻറ്റോൺ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ആ ഒരു പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ആൻറ്റോൺ അല്ല മറിച്ച് ഷിയോ ആണെന്ന് കൂടി പറഞ്ഞിട്ട് അവനും ആകെ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അവനും വട്ടായതുപോലെയൊക്കെ ഇരുന്ന് ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നാംസണും അവൻ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവനും പേരൻസിനെതിരായിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് അവന് പേരൻസ് ആരും തന്നെ ഇല്ലല്ലോ, പിന്നെ ആരോടാണ് അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? ആൻറ്റോൺ എന്നത് ആരാണെന്നൊക്കെ അവളും തിരിച്ചു ചോദിക്കുകയാണ്. ആൻറ്റോൺ എന്നത് എൻ്റെ റഷ്യൻ പേരാണ്. നീ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ അവനും അവളുടെ അടുത്ത് പറയുന്നു. നേരത്തെ മുത്തശ്ശി അങ്കിളിനെയുമായിട്ട് ഒരു ഡോക്ടറിനെയൊക്കെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സെയിം ഡോക്ടറിൻ്റെ അടുത്ത് മുത്തശ്ശി വീണ്ടും അങ്കിളിനെ കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. എൻ്റെ മകൾ ഒരുപാട് പണക്കാരെയാണ്. അതുകൊണ്ട് തന്നെ അങ്കിളിന് വേണ്ടിയിട്ട് അവളും 8 നിലയുള്ള ഒരു കെട്ടിടമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലിനിക്കൊക്കെ നടത്തുവാനായിട്ട് പറ്റിയ ബിൽഡിംഗ് ആണ് അത്. അതിൻ്റെ താഴത്തെ നിലയിൽ ഒരു കഫേയുണ്ട്. നമുക്ക് അവരെയൊക്കെ ഓടിച്ചു വിടാമെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്ത് വാടകക്കാരെയൊക്കെ പെട്ടെന്ന് ഓടിച്ചു വിടുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെയാണ് അവളും പറഞ്ഞു കൊടുക്കുന്നത്.
അതായത് ഈ ഒരു ഡോക്ടറിനെ കൊണ്ട് അങ്കിളിനെ കെട്ടിക്കുവാനായിട്ടായിരുന്നു മുത്തശ്ശിയുടെ പ്ലാൻ. പക്ഷെ അവൾക്ക് അതൊന്നും തന്നെ മനസ്സിലാകുന്നുമില്ല. അങ്ങനെ ഇരിക്കും മുത്തശ്ശിയും നീ അവനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് വലിയൊരു അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയുകയാണ്. നാംസോണും വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹിൽസിക്കിന്റെ കാറിലേക്കായിട്ട് കയറിയിരിക്കുകയാണ്. ഷിയോ ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ പിറകെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫാമിലിയുടെ കൂടെയാണ് ഇരിക്കേണ്ടതെന്നൊക്കെ നാംസോൺ പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നാംസോൺ അവരുടെ കൂടെ പോയി താമസിക്കുകയാണെങ്കിൽ ശരിക്കും അത് അവർക്ക് വലിയൊരു പ്രശ്നമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹീസിക്കിന്റെ കൂടെ താമസിച്ചാൽ മതി എന്നൊക്കെ അവനും പറയുന്നു. എന്നാൽ പോലും ഇപ്പോൾ ഷിയോ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണെന്നൊക്കെ നാംസോൺ പറയുമ്പോഴത്തേക്കും നിനക്കും അവനോട് ഇഷ്ടം തോന്നുന്നുണ്ടോ എന്നൊക്കെ ഹീസിക്കൻ തിരിച്ചു ചോദിക്കുന്നു. കഴിഞ്ഞ തവണ നീ വീഴുവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ നിന്നെ പിടിച്ചിട്ടില്ലായിരുന്നോ? നിനക്ക് ഒരുപാട് ശക്തിയൊക്കെ ഉണ്ടല്ലോ, നീ അവനെ തള്ളി മാറ്റുവാനായിട്ടാണ് ശ്രമിക്കേണ്ടിയിരുന്നതെന്നൊക്കെ ഹീസക്ക് പറയുമ്പോഴത്തേക്കും ഹീസക്ക് ശരിക്കും ജലസ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന കാര്യമൊക്കെ നാംസോണും മനസ്സിലാക്കുന്നു. പക്ഷെ സ്പൈ ആണെങ്കിൽ പോലും അതിന് ഒരുപാട് ബൗണ്ടറീസ് ഉണ്ടെന്നൊക്കെ അവനും പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. എന്തായാലും നാംസോണും ഈ ഒരു കാര്യത്തിനൊക്കെ അവനെ കളിയാക്കിയതിന് ശേഷം അവന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.